ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഇപ്പോൾ ഒരു വർഷം മുമ്പ്, എക്സ്പയറി ഡേറ്റിന് ഒരു വർഷം മുമ്പ് തന്നെ നമുക്ക് പുതുക്കാം. അത്രയും ടൈം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞും 1000 രൂപ ഫൈൻ അടച്ചുകൊണ്ട് പുതുക്കാം. ആ രീതിയിൽ 2 വർഷം ഒരു സ്പാൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ വന്ന് പുതുക്കിക്കോട്ടെ എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ത്യയിൽ വരാതെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതുക്കാം. അതിൽ എല്ലാം പൂർണ്ണമായിട്ട് ഓൺലൈനാണ്. സാരഥിയുടെ ഡാറ്റാബേസിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് തന്നെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിൽ ആകെപ്പാടെ ഉള്ളൊരു ഇഷ്യൂ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഐ സർട്ടിഫിക്കറ്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ അത് വിദേശത്താണെങ്കിൽ അത്തരം ഒരു ഡോക്ടറെ കണ്ടെത്തി ആ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട ഒരു ഇഷ്യൂവേ ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് ഓൺലൈൻ അപ്ലോഡ് ചെയ്താൽ മതി. ലൈസൻസ് അത്ര സിമ്പിളായിട്ട് നമുക്ക് പുതുക്കിയെടുക്കാം. യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് എന്നൊരു ലൈസൻസ് ഇല്ല. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണത്. അത് ജനീവ കരാർ അനുസരിച്ചിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഉള്ള കുറേയധികം രാജ്യങ്ങൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ ഒരു പെർമിറ്റാണ്. അത് ഒരു ഓൺലൈനാണ്. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പാസ്പോർട്ടും ആധാറും വെച്ചിട്ട് നമ്മുടെ ലൈസൻസ് എടുത്ത ഏത് അതോറിറ്റിയാണ്, ആധാറുള്ള അഡ്രസ്സുള്ള അതോറിറ്റി ഏതാണ്. ഇപ്പോൾ വയനാടാണെങ്കിൽ വയനാട് RT ഓഫീസ്, സബ് ഓഫീസിൽ നിന്ന് കൊടുക്കത്തില്ല. വയനാട് RT ഓഫീസിലേക്ക് ഓൺലൈൻ അപ്ലോഡ് ചെയ്താൽ